നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്താ പറയുക ഒരു മോയ്സ്ചറൈസറിൻ്റെ വീഡിയോയും പിന്നെ ഒരു പോൺസിൻ്റെ എന്താ പറയുക ഫേസ് വാഷ് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്ത് വന്നാൽ ഇന്ന് ഒരു ഫേസ് വാഷും കൂടെ ആക്കി നമുക്ക് ആ ഒരു വീഡിയോസ് അങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ ആവും, എന്താ പറയുക ഒരു ഫേസ് വാഷായി, പിന്നെ എന്താ പറയുക ഒരു മറന്നുപോയല്ലോ സൺസ്ക്രീനുമായി. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസ് ഒരു സെറ്റായിട്ട് നമുക്കൊന്ന് ചെയ്യാമെന്ന് ഓർത്ത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഫേസ് വാഷിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം അതുകൂടി ആകുമ്പം ആ മൂന്നും ക്ലോസ് ആവും. അങ്ങനെ വിചാരിച്ചിട്ട് ഇന്ന് നമ്മൾ ഫേസ് വാഷിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പോകുന്നത്, റിവ്യൂ എടുക്കാം. ഫേസ് വാഷിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഫേസ് വാഷ് ഗോൾഡൻ ഗ്ലോയിങ് സ്കിൻ ജെൽ ഫേസ് വാഷ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫേസ് വാഷ്. ഇത് ഞാൻ യൂസ് ചെയ്തിപ്പോൾ കാണുമ്പോഴേ അറിയാമായിരിക്കും ഇവിടെയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഇത്രയും ഭാഗത്തും കണ്ടേ ബാലൻസ് ഉള്ളൂ, ബാക്കി ഇത്രത്തോളം യൂസ് ചെയ്തിട്ട് തീർന്നു. അപ്പോൾ ഒരു 1 മന്തായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഫേസ് വാഷിൻ്റെ റിവ്യൂ ആണ് ഇടാൻ പോകുന്നത്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നൊരു ഫേസ് വാഷാണ് ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓയിൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേസ് വാഷാണ് ഈ ഫേസ് വാഷ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 65 ആണ് കേട്ടോ. ഫേസ് വാഷിന് നിറയെ ഇങ്ങനെ പതയൊന്നുമില്ല. നമ്മൾ കുറച്ച് എടുത്തിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ തൂക്കുമ്പോഴത്തെ അങ്ങനെ ഫേസിലിടുമ്പോഴേ നമുക്കറിയാൻ പറ്റും കുറച്ച് പത എന്ന് പറയാനായിട്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് നല്ല ഡ്രൈ ആവാറുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം മുന്നേ വാങ്ങി ഫേസ് വാഷ് അങ്ങനെ യൂസ് ചെയ്യുന്ന ടൈമിൽ സ്കിൻ നല്ല ഡ്രൈ ആവാറുണ്ട്. ടച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഫേസ് വാഷ് ആയിരുന്നു കഴിഞ്ഞ 2 ടൈമിൽ മേടിച്ചത്. എന്നാൽ ഈ ഒരു ഫേസ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അങ്ങനെ നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു സംഭവമേ ഇല്ല, നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ വാഷ് ചെയ്തിട്ട് ഇറങ്ങുന്ന ടൈമിലുള്ള നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും. ആ ഗ്ലോ ഒരുപാട് ടൈം ഉണ്ടാവുന്നൊന്നും പറയില്ല, പക്ഷെ നമ്മൾ ആ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ടാവും. എടുക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ നല്ല തിളങ്ങിയൊക്കെ ഇരിക്കുന്നത് തോന്നും, മിന്നി ഉണ്ടാവും കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അത് വാഷ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയുക നല്ല ഫ്രഷ് ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ പിമ്പിൾസ് അങ്ങനെയൊന്നുമില്ല. ചില ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കണ്ണൊക്കെ വല്ലാണ്ട് നീറാറുണ്ട്, പക്ഷേ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നീറ്റില്ല, അങ്ങനെ ഒരു സംഭവമില്ല കേട്ടോ. നല്ലതായിട്ട് നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ഈ പ്രോഡക്റ്റിൻ്റെ ഒക്കെ ഒന്ന് റിവ്യൂ അറിയണം എന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് വാങ്ങി യൂസ് ചെയ്തിട്ട് കറക്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം കേട്ടോ. പിന്നെ ഇതൊക്കെ പോയിട്ട് വന്നിട്ട് ഈ ഫേസ് വാഷ് യൂസ് ചെയ്ത് നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്യുമ്പോഴല്ലോ നമ്മുടെ ഫേസിന് നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട്. പിന്നെ നമ്മൾ ടാനൊക്കെ കുറച്ച് കുറയുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിമ്പിൾസും കുറവാട്ടോ, പിമ്പിൾസ് ഒന്നും ഒരുപാടില്ല. പിന്നെ നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്ക് നല്ല അടിപൊളി ഒരു ഇതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്കാണെങ്കിൽ എന്താ പറയുക, നമ്മൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഉള്ളവർക്ക് അറിയാൻ പറ്റും ചില ഫേസ് വാഷൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ലതായിട്ട് സ്കിന്ന് ഡ്രൈ ആവും. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് ഞാൻ കണ്ടില്ല കേട്ടോ. അത് തന്നെ വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ ഒരു ഡ്രൈനെസ് ഒന്നുമില്ല. പിന്നെ ഫേസിന് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ വലിയ കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഒന്നും ആവുമെന്ന് തോന്നുന്നില്ല. നല്ലൊരു ഫേസ് വാഷ്, അത്യാവശ്യം നല്ലൊരു ഫേസ് വാഷാണ്. തന്നെയല്ല അതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ വളരെ കുറവാണ്, നമുക്ക് പെട്ടെന്ന് മേടിക്കാൻ പറ്റുന്ന ഒരു പ്രൈസൊക്കെ ആയതുകൊണ്ട് നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ക്വാണ്ടിറ്റിയും അത്യാവശ്യം ഉണ്ട് കേട്ടോ, ഒരുപാട് കുറവൊന്നുമില്ല, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിൻ്റെ ഇപ്പം ഈ ഒരു അവസ്ഥയിലിരിക്കുന്നത് ഞാനിതൊരു 1 മന്തൊക്കെ ആയിട്ടുണ്ട് യൂസ് ചെയ്തിട്ട്, അതുകൊണ്ട് ഇത് ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് താഴത്തെങ്ങാണ്ട് കുറച്ചേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അതുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത്. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഇനിയും ഇടുന്നുണ്ട്, അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ആക്കി ഇട്ടേക്കുക കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.